There's only one Mohanlal that happens once in 100 years, I think. ഒരേ ഒരു രാജാവ്. മോഹൻലാൽ തിരിച്ചാൽ it will be like a lighthouse. He's the man. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയും, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. മോനെ, ഇജ്ജി പറഞ്ഞ മാതിരി ഒരു നാട്ടുരാജാവല്ല, ഒരൊന്നൊന്നര നാട്ടുരാജാവാ. മലയാളികൾ കഴിഞ്ഞ 40 വർഷത്തിന് മുകളിലായി നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന മലയാളിയുടെ സ്വന്തം అహంకారం. తమ్ముడు, నాతో జాగ్రత్త, నేను చాలా డేంజరస్. ഈ ഗാനഭൂഷണം നെയ്യാറ്റിൻകര ഗോവന്റെ ഉള്ളില് സംഗീത ചക്രവർത്തി ത്യാഗരാജ സ്വാമികളുമുണ്ട്, ഫൈറ്റ് മാസ്റ്റർ ത്യാഗരാജനുമുണ്ട്. ആദ്യത്തെ ആള് വെളിയിൽ വന്നാൽ ഞാൻ പാടും, രണ്ടാമത്തെ ആള് വെളിയിൽ വന്നാൽ ഞാൻ കയറി മേയും. പത്താളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. ഒന്നാളെ ഞാൻ മടിക്കില്ല കേട്ടോ. ചേകവരുണ്ടോ, ആശയായി നാളമൊന്നുണ്ടോ? ഞാനൊരു മെഗാ ലാലേട്ടൻ ഫാനാണ്. കൊതിക്കുകയാണ് ഒരു ദിവസം ഒരു പെർഫോമൻസും ഒരു സിനിമയും കണ്ടിട്ട് എന്റെ പൊന്ന് ബ്രോ ലാലേട്ടൻ പൊളിച്ചടുക്കി എന്ന് പറയാൻ കൊതിയാവുകയാണ്. സത്യം പറയാൻ കൊതിയാണ്. മമ്മൂട്ടി പല വേഷങ്ങളിൽ വന്ന് കൊട്ടിയാടും. RDXലെയും മഞ്ഞുമലിലെയും പിള്ളേർ വന്ന് ബോക്സ് ഓഫീസിനെ തൂക്കിയടിക്കും. രംഗണ്ണനും മാർക്കോയും മലയാള സിനിമയുടെ അതിരുകളെ തന്നെ മാറ്റി. കോവിഡിന് ശേഷം മലയാള സിനിമ നടന്നു കയറിയത് പുതിയ ഉയരങ്ങളിലേക്ക്. പക്ഷേ ആ ചോദ്യം അവിടെ ബാക്കിയായി. മലയാളത്തിന്റെ മോഹൻലാൽ എവിടെയാണ്? മോഹൻലാലിന്റെ തീർച്ചയായിട്ടും 10 പറഞ്ഞു ഫ്ലോപ്പ് ആയി വിചാരിക്കാം. എല്ലാവരും മോഹൻലാൽ നല്ല ആലോചിച്ചു ഒറ്റ പറഞ്ഞ ലാലേട്ടൻ ഈസ് ബാക്ക്. റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പന. ആദ്യത്തെ 1 മണിക്കൂറിൽ വിറ്റുപോയത് 1,00,000-നടുത്ത് ടിക്കറ്റുകൾ. ബുക്ക് മൈ ഷോ ആദ്യമായി സ്തംഭിച്ചു പോയത് മണിക്കൂർ. ഒരൊറ്റ പേര്, മലയാളത്തിന്റെ മോഹൻലാൽ. മലയാളിക്ക് ഇനിയും കണ്ടു മതിയായിട്ടില്ലാത്ത ആ പഴയ ലാൽ മാജി മിന്നി മറഞ്ഞു പോകുന്നുണ്ട് പല രംഗങ്ങളിലും. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നു. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ.